അപ്പോൾ നമ്മൾ ആദ്യം ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. അതിന് നടുവിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഈ ഹോളിൽ 2 നട്ടും ബോൾട്ടും ഇടാനുണ്ട്. എന്നിട്ട് നമ്മളെ സാധനങ്ങൾ ആർഡിനോ അതൊക്കെ വെക്കണതിൻ്റെ പ്ലേറ്റ് ഉണ്ടാക്കാനായിട്ടാണ് നമ്മളിപ്പോൾ അതിടുന്നത്. ഇപ്പോൾ നമ്മളൊരു ടീ ജോയിൻ്റ് എടുത്തിട്ടുണ്ട്. ഈ ടീ ജോയിൻ്റ് നമുക്ക് ഒരു സൈഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊരു ചെറിയൊരു പൈപ്പിൻ്റെ കഷ്ണം കൂടി എടുക്കുന്നുണ്ട്. ഒരു 5.5 സെൻറ്റിമീറ്ററുള്ള പൈപ്പിൻ്റെ കഷ്ണമാണിത്. നമ്മൾ അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിത് അതേപോലെ ഒരു ടീ ജോയിൻറ്റും കൂടി എടുത്തിട്ട് നമുക്ക് ആ പൈപ്പിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വലിയ 40 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പൈപ്പും കൂടി എടുത്തിട്ട് നമ്മൾ ഈ ടീ ജോയിൻ്റെ മേലേക്കായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതേ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യാം. ഇനി ഇത് നമ്മളിത് അതേപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഫിക്സായി ഒന്ന് താഴെ നന്നായി ഒന്ന് ഇരിക്കുന്ന പോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം നമ്മളുടെ പ്ലേറ്റ് വെക്കുന്ന ഭാഗം ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റ് ഒന്ന് വയ്ക്കാം. അപ്പം നമ്മളിതാ ഒരു നട്ടും ബോൾട്ടും 2 നട്ടും ബോൾട്ടും പിന്നെ കുറച്ച് വാഷറും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേറ്റും. ഇനി നമ്മൾ ഇതിലേക്ക് ആദ്യം ഒരു വാഷർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റ് നന്നായി ഒന്ന് ഇരിക്കാനാണ്. അപ്പോൾ നമ്മൾ ഇനി ഇത് പ്ലേറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി പ്ലേറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മളൊരു വാഷർ ഇട്ട് കൊടുക്കുന്നുണ്ട്. വാഷർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു നട്ട് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതിനെ. അപ്പോൾ നമ്മൾ നട്ട് വെച്ച് ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ നമ്മൾ PVCയിലേക്ക് ഒന്ന് ഇറക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ കൂടെ ബോൾട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ അത് കറക്റ്റായി വരുന്നുണ്ടോ നോക്കണം. ഇനി നമ്മളിത് തിരിച്ച് വെച്ചിട്ട് നമ്മളൊരു 2 വാഷർ ഇട്ട് കൊടുത്ത് നമ്മൾ ഈ ബോൾട്ടൊന്ന് നട്ട് വെച്ച് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ബോർഡൊക്കെ നന്നായി ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സൈഡ് വാഷറൊക്കെ ഇട്ടത്. ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു 20 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പ് എടുത്തിട്ട് നമുക്ക് 2 സൈഡും ഇതേപോലെ വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ അറ്റത്തായിട്ട് ഒരു ടീ ജോയിൻറ്റും കൂടി വെക്കുന്നുണ്ട്. 2 സൈഡും നമ്മൾ അറ്റത്തായിട്ട് ടീ ജോയിൻറ്റ് വെക്കണം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സൈഡും ഇതേപോലെ ചെയ്യുക. ഇനി നമ്മളൊരു ക്യാപ്പിൽ 2 സൈഡ് ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് അതേപോലെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഈ ക്യാപ്പിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു BLDC മോട്ടറാണ് നമ്മൾ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നമ്മളിൽ ഈ BLDC മോട്ടർ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. 2 സ്ക്രൂ ഇതിലേക്ക് ആദ്യം ഇറക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡ് 2 സ്ക്രൂവും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മളെ മോട്ടർ BLDC മോട്ടറിനെ ക്യാപ്പിലേക്ക് വെച്ചിട്ട് അത് സ്ക്രൂ ചെയ്തൊന്ന് കൊടുക്കാം.
അപ്പോൾ നന്നായി സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും കാണാൻ. ഇനി നമുക്ക് നമ്മൾ ഈ ടീ ജോയിൻറ്റിലേക്ക് ഒരു ചെറിയ പൈപ്പ് കഷ്ണം കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്കായിട്ട് നമ്മൾ വെച്ച ആ ക്യാപ്പും കൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പ്രൊപ്പല്ലർ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. അത് നമുക്ക് BLDC വാങ്ങിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ പ്രൊപ്പല്ലർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഈ പ്രൊപ്പല്ലർ നന്നായി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ചെറിയൊരു കമ്പി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നന്നായി ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മളെ ഫ്ലൈ സ്കൈൻ്റെ i6ൻ്റെ റിമോട്ടറും റിസീവറുമാണ്. ഇത് തുറക്കുമ്പോൾ അതിൽ തന്നെ ബാറ്ററിയും പിന്നെ നമ്മൾ റിമോട്ടും താഴെ അതേപോലെ റിസീവറും തരുന്നുണ്ട്. നമുക്ക് ബാക്കിൽ ഇതേപോലെ ബാറ്ററി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ മോട്ടറിലേക്ക് ESC കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ESC കണക്ട് ചെയ്തിട്ട് വർക്ക് ആവുന്നുണ്ടോയെന്ന്. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ചാനൽ പിൻ മഞ്ഞ വയർ നമുക്ക് മേലേക്ക് ആക്കിയിട്ട് ചാനൽ 1ലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് 2500 mAhൻ്റെ ലിപ്പോ ബാറ്ററിയാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ റിസീവറിൽ ഒരു റെഡ് കളറ് ബ്ലിങ്ക് കാണാം. ഇനി നമ്മൾ ട്രാൻസ്മിറ്റർ നമുക്ക് ഓണാക്കാം. എന്നിട്ട് നമ്മൾ ത്രോട്ടിൽ താഴേക്ക് കൊടുത്തിട്ട് നമ്മളുടെ ട്രാൻസ്മിറ്റർ റിസീവറായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഫ്ലൈറ്റ് കൺട്രോളർ വെച്ചിട്ടില്ല, അതുകൊണ്ടൊന്ന് ഹോൾഡ് ചെയ്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്.